ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീട്, വളരെ നല്ലൊരു വീട്. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെ ആണ്. ഈ പറയുന്ന രേണുവിന്റെ അടുത്തോ അല്ലെങ്കിൽ രേണുവിന്റെ പപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അടുത്തോ ഒന്നും ഒരിക്കലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. മോശമായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും ഞാൻ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു എന്താണ്, രേണുവിന്റെ പപ്പ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത നിലവാരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന. ഇനിയിപ്പോ ഞാൻ നെഗറ്റീവ് പറഞ്ഞെന്ന് പറയണ്ട, അത് നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുത്തോ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞല്ല ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ തീരുമാനിച്ചു. ഇനിയിപ്പോ രേണുവിനെയും കുടുംബത്തിനെയും ഇകഴ്ത്തി സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതിന് പൊങ്കാലിടാൻ വരണ്ട. അപ്പൊ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട്, അവരെന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വളരെ മാന്യമായിട്ട് അവർക്കെതിരെ പ്രതികരിച്ചതും കാര്യങ്ങൾ വിശദമാക്കിയതും വളരെ മനോഹരമായിട്ട് ഞാൻ ആ പ്രശ്നം ഞാൻ അവസാനിപ്പിച്ചതും അവിടെ രണ്ടാമത് പോയി ഗ്ലാസ് ഇട്ടതും അതിനകത്തു നിന്നെല്ലാം ഒഴിവായി മാറി നിൽക്കുന്നത് മറ്റുള്ള. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നുള്ളത്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരാൾ വീട് വെച്ച് തന്നാൽ അതിന്റെ വാതിലിന്റെ കുറ്റിയെ അല്പം ടൈറ്റാണെന്ന് പറഞ്ഞ് അയാളെ കോടതിയിൽ കയറ്റരുത് എന്നാണ്. കൊല്ലം സുധിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരും സംഘടനയും ഒക്കെ ചേർന്ന് നിർമ്മിച്ച സുധിലേം വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയില്ല. ഒരു വശത്ത് വീടിന് ചോർച്ചയുണ്ടെന്നും ഭിത്തിയില് ബലമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുന്നവരും, മറുവശത്ത് എനിക്ക് തലചായ്ക്കാൻ ഒരിടം തന്നവരോട് നന്ദി മാത്രം എന്ന് പറയുന്ന സുധിയുടെ മകൻ കിച്ചു. എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം ഒന്ന് കീറി മുറിക്കാൻ തന്നെ പോവുകയാണ്. സംഭവം നമുക്കൊന്ന് ലളിതമാക്കാം. അതായത്, നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറി, പണമില്ലാത്തത് കൊണ്ട് അവിടെയുള്ള ഒരാള് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി വാങ്ങി തന്നു. നിങ്ങളത് വയർ നിറയെ കഴിക്കുകയും ചെയ്തു. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? പുറത്തിറങ്ങി നിങ്ങൾ അയാളെ ചീത്ത വിളിക്കുകയാണ്. കാര്യം എന്താണ്? അണ്ണൻ വാങ്ങി തന്ന ആ ബിരിയാണിയിൽ ഇറച്ചിക്ക് വേവ് കുറവായിരുന്നു എന്നുള്ള പരാതി. അത് മാത്രവുമല്ല, അതിൽ അണ്ടിപ്പരിപ്പും ഇട്ടിട്ടില്ല. ഇത് കേൾക്കുന്ന നാട്ടുകാരെന്ത് പറയും? എടാ മോനെ, അത് നിനക്ക് അവൻ വാങ്ങി തന്നതല്ലേ, നിന്റെ കയ്യിൽ കാശുണ്ടായിട്ടൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കില്ലേ? ഇതാണ് ഇപ്പോൾ ഈ ഒരു സുധിലയത്തിൽ നടക്കുന്നത്. ഒരു സംഘടന വീട് പണിത് താക്കോലും കൈമാറി അവിടെ താമസിക്കാനും തുടങ്ങി. വർഷം 1 or 2 കഴിഞ്ഞപ്പോൾ ഭിത്തിയിൽ അഴുക്ക് പറ്റി, വയറിംഗ് പോയി എന്നൊക്കെ പറഞ്ഞ് പണിതവനെ കുറ്റം പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഓരോ ചെറിയ കാര്യത്തിനും ഓൺലൈൻ ചാനലുകളെ വിളിച്ച് വീടിന്റെ പോരായ്മകൾ കാണിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ സത്യത്തിൽ ആ വീട് പണിതവർക്ക് എന്ത് തോന്നും? പക്ഷെ ഈ ഒരു നാടകങ്ങൾക്കിടയിലും ഒരു പ്രകാശകിരണമായിട്ട് ഒരാളുണ്ടായിരുന്നു, കിച്ചു, സുധിയുടെ മകൻ. കൊല്ലം സുധിയുടെ രക്തമല്ലേ, ആ പക്വത കാണാതിരിക്കാൻ കഴിയില്ല. എന്നാൽ കിച്ചു പറഞ്ഞ ഒരൊറ്റ വാചകം മതി ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്നും എനിക്ക് ഈ വീട് തന്നവരോട് നന്ദി മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരൊറ്റ ഡയലോഗ് നോക്കൂ. ഇതാണ് ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ കാണിക്കേണ്ട ഒരു മാതൃക എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ വലിയൊരു സഹായത്തെ വില കുറച്ച് കാണാതിരിക്കുക. കിച്ചുവിന് വേണമെങ്കിൽ വീട്ടുകാരുടെ കൂടെ നിന്ന് കുറ്റം പറയാമായിരുന്നു. പക്ഷെ അവൻ ചിന്തിച്ചത് അവന് കിട്ടിയ ആ ഒരു നന്മയെ കുറിച്ചാണ്. അച്ഛന്റെ വിയോഗത്തിന് ശേഷം തളർന്നു പോയ തങ്ങൾക്കൊരു കൂര ഉണ്ടായതിനെ അവൻ വിലമതിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിച്ചു ആണ് ഈ കഥയിലെ യഥാർത്ഥ താരം എന്ന് പറയുന്നത്, അതായത് റിയൽ ഹീറോ. അതോടൊപ്പം തന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യവുമുണ്ട്. പല വീഡിയോകളിലും രേണുവിനോട് ചോദ്യം ചോദിക്കുന്നത് ഒരേ വോയിസിലുള്ള ഒരാളാണ്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാൻ ചെയ്തതുപോലെയാണോ ഈ ചോദ്യങ്ങൾ വരുന്നതെന്ന്. അതായത്, ചേച്ചി, വീടിന്റെ ചോർച്ച എവിടെയാണ്, അവൻ നിങ്ങളെ പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ലക്ഷ്യങ്ങളില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, രേണു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കുട്ടികൾക്ക് കിട്ടിയ വീടാണെന്ന്.
ശരിയാണ്, അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ അതൊരു സ്വന്തം വീടായിട്ട് അവർക്ക് കാണാനും കഴിയുന്നില്ലേ? സ്വന്തം വീടാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ആണി തറയ്ക്കാൻ പോലും പണിതവനെ വിളിക്കില്ല, നമ്മൾ തന്നെ അത് ശരിയാക്കും. രേണുവിന്റെ സംസാരത്തിൽ നിന്ന് തോന്നുന്നത് ഇത് തന്റെ പേരിൽ അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അവഗണന എന്നാണ്. അതും ഇനി ആരെങ്കിലും വന്ന് എയർ കണ്ടീഷൻ കൂടി വെച്ച് തരണം എന്നാണോ എന്നും അറിയില്ല കേട്ടോ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സഹായം ചെയ്യാനും പേടിക്കണം. ഇതൊരു ചെറിയ തമാശയായിട്ട് കണ്ട് തള്ളിക്കളയാനും പറ്റില്ല. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സുമനസ്സുകൾ എന്താ ചെയ്യും? നാളെ ഇത് ചിന്തിക്കൂലേ? കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്താൽ അവസാനം ഇതുപോലെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരുമെങ്കിൽ എന്തിനാ സഹായിക്കുന്നതെന്ന്. ശരിക്കും അവർ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് ബാധിക്കുന്നത് ശരിക്കും സഹായം ആവശ്യമുള്ള പാവപ്പെട്ടവരെ തന്നെയാണല്ലേ. അല്ലേ? പലരും മടിക്കും ഇത്തരത്തിൽ സഹായം ചെയ്യാനൊക്കെ. നമ്മുടെ നാട്ടിലെ പ്രളയ സമയത്തൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്ക് പലരും വീട് വെച്ച് നൽകി. അവരൊക്കെ ഇന്നും ആ വീടിനെ ജീവനായിട്ടാണ് കാണുന്നത്. അവിടെയാണ് സുധിലയത്തിൽ താമസിക്കുന്നവർ ഈ വീടിനെ ഒരു വിവാദ കേന്ദ്രമാക്കി മാറ്റുന്നത്. അത് പണിതു കൊടുത്ത ഫിറോസിന്റെ വാക്കുകൾ കേട്ടാൽ അറിയും അദ്ദേഹത്തിന്റെ ആ ഒരു വേദന എന്ന് പറയുന്നത്. ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ അത് വെച്ചു കൊടുത്തവൻ നെഞ്ചത്തടിച്ച് കരയുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. ഇനിയെങ്കിലും ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം. ഫിറോസ് പറഞ്ഞതുപോലെ തന്നെ കിച്ചുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അവർ ചെയ്തു കൊടുക്കുമെന്നും അല്ലാതെ ഓൺലൈൻ മീഡിയയും കൂട്ടി വന്ന് വീടിനെ താറടിച്ച് കാണിക്കുകയല്ല വേണ്ടത്. കൊല്ലം സുധിയുടെ ആത്മാവ് സമാധാനിക്കണമെങ്കിൽ ആ മക്കൾ അവിടെ സന്തോഷത്തോടെ കഴിയണം. കിച്ചു കാണിച്ച ആ വലിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഉപകാരം ചെയ്തവരെ മറക്കരുത്, അത് ഏത് സാഹചര്യത്തിലായാലും. കൂട്ടുകാരെ, ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ പ്രധാന കാര്യം ഇതാണ് കേട്ടോ. സഹായം എന്നത് കൊടുക്കുന്നവന്റെ ഔദാര്യമല്ല, അത് വാങ്ങുന്നവന്റെയും അവകാശവുമല്ല. അതൊരു സ്നേഹമാണ്. ആ സ്നേഹത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ് നമ്മുടെ സംസ്കാരവും ഇരിക്കുന്നത്. ഇവിടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിനെ നോക്കൂ. ആ കുട്ടിയുടെ ഉള്ളിൽ അച്ഛൻ പകർന്നു നൽകിയ വലിയൊരു പാഠമുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുക എന്നത്. സഹായിച്ചവനെ തള്ളി പറയാതെയും ഇരിക്കുക. ആ ഒരു പക്വത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. ചോരുന്ന മേൽക്കൂരയേക്കാൾ വലിയ വിള്ളൽ വീഴുന്നത് സഹായിക്കാൻ മനുഷ്യരുടെ വിശ്വാസത്തിലാണ്. ആ വിള്ളൽ വീണാൽ നാളെ നമ്മുടെ നാട്ടിൽ ഒരു ആപത്ത് വരുമ്പോൾ കൈനീട്ടാൻ ആരും ഉണ്ടാകില്ല. സൗജന്യമായിട്ട് കിട്ടിയ വീടിനെ ഒരു വിവാദ കേന്ദ്രമാക്കി മാറ്റാതെ സ്നേഹം വിളയുന്ന ഒരിടമാക്കി മാറ്റാൻ അവിടെ താമസിക്കുന്നവർക്കും കഴിയട്ടെ. കിച്ചുവിനെ പോലെയുള്ള മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ആ ഒരു വീട് വെറും 4 ചുവരുകളല്ല, മറിച്ച് ഒരുപാട് മനുഷ്യരുടെ സ്നേഹമാണെന്ന് തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവാണ് യഥാർത്ഥ സുധിലയം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിലമതിക്കേണ്ടത്? കിച്ചുവിന്റെ മറുപടിയിലാണോ അതോ രേണുവിന്റെ പരാതിയിലാണോ ന്യായമുള്ളത്? നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. കൃത്യമായിട്ടുള്ള മറുപടികളുമായിട്ട് ഞാനും അവിടെ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തിലേക്കും ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നല്ലൊരു ചർച്ചയ്ക്ക് ഈ ഒരു വീഡിയോ വഴി തുറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വിഷയവുമായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.